മലങ്കര സഭയിൽ നൂറ്റാണ്ടുകളായുള്ള സഭാതർക്കം തെരുവിൽ വീണ്ടും ക്രമസമാധാന പ്രശ്നമായി ഉയരുകയാണ്. തമ്മിലടിച്ചു കഴിയുന്ന ഇരുവിഭാഗം സഭാ നേതൃത്വങ്ങൾക്കും മാതൃകയാവുകയാണ് ഊരമന ഗലീലക്കുന്ന് സെന്റ് മേരീസ് ഇടവകയിലെ വിശ്വാസികൾ. മലങ്കര സഭാ ചരിത്രം എന്നത് കലഹത്തിൻ്റെതും വ്യവഹാരങ്ങളുടേതും കൂടിയാണ്. പള്ളികളുടെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ച തർക്കങ്ങളും തമ്മിലടിയും സഭയെ പൊതുസമൂഹത്തിനു മുന്നിൽ അവമതിപ്പിനും ഇടയാക്കിയിരുന്നു. ചില സന്ദർഭങ്ങളിൽ ക്രമസമാധാന പ്രശ്നമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് എറണാകുളം ജില്ലയിലെ ഊരമന ഗലീലക്കുന്ന് സെന്റ് മേരീസ് ഇടവകയിൽ ക്രൈസ്തവ സാക്ഷ്യത്തിന് ഉതകുന്ന മാതൃക നടപ്പാക്കിയിരിക്കുന്നത്. 40 വർഷത്തോളമായി ഓർത്തഡോക്സ് യാക്കോബായ തർക്കം മൂലം മാതൃദേവാലയം പൂട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇവിടെ. മലങ്കര സഭയിൽ സഭാതർക്കം മൂലം ആദ്യം പൂട്ടിയ ദേവാലയം കൂടിയായിരുന്നു സെന്റ് മേരീസ് പള്ളി. അടുത്ത നാളുകളിലായി ഇടവകയിലെ ഓർത്തഡോക്സ് യാക്കോബായ നേതൃത്വങ്ങൾ നടത്തിയ മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് അന്തിമ രൂപം നൽകിയത്. 1.5 വർഷം മുമ്പ് അത് ചർച്ച ആരംഭിച്ചു. ആദ്യമൊക്കെ പല കാര്യങ്ങളിലും ഡിസഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാൻ പറ്റാതെ വന്നു. പക്ഷേ അവസാനമായപ്പോഴത്തേക്കും വളരെ സ്മൂത്തായി രണ്ട് ഭാഗക്കാരും യോജിച്ചു. തീരുമാനങ്ങൾ ഒരു യോജിപ്പിലെത്തി. അങ്ങനെയാണ് ഇത് വിജയത്തിലെത്തിയത്. ഈ പള്ളിയിലെ തർക്കം പരിഹരിച്ച് രമ്യതയിലെത്താൻ 27 തവണയാണ് ഇരു വിഭാഗങ്ങളും കൂടിയാലോചനകൾ നടത്തിയത്. കരാർ വ്യവസ്ഥ അനുസരിച്ച് നിലവിലുള്ള സെമിത്തേരി ഇരു വിഭാഗങ്ങൾക്കും ഉപയോഗിക്കാം. പള്ളിക്കുണ്ടായിരുന്ന 5 ഏക്കറോളം സ്ഥലം ഇരു കൂട്ടരും തുല്യമായി വീതം വയ്ക്കുകയും ചെയ്തു. ഇരു വിഭാഗങ്ങളിലെയും ന്യൂനപക്ഷങ്ങൾക്ക് ഒത്തുതീർപ്പിനോട് ആദ്യമെല്ലാം വിയോജിപ്പുണ്ടായിരുന്നു. പിന്നീട് വിയോജിപ്പ് പ്രകടിപ്പിച്ചവരും പൊതുധാരണയിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. മുഴുവൻ ഞങ്ങളുടെ ഈ ഇടവകയിലുള്ള മുഴുവൻ അംഗങ്ങളും പൂർണ്ണമായി യോജിപ്പായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ പൊതുയോഗത്തിൽ എടുത്ത തീരുമാനമാണ്. പൊതുയോഗത്തിൻ്റെ മുഴുവൻ പൊതുയോഗ അംഗങ്ങൾ മറ്റേ മിനിറ്റ്സിൽ ഒപ്പിട്ട് അംഗീകാരം തന്നാണ് ഞങ്ങളിങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോയതും അത് ഈ രീതിയിലേക്ക് എത്തിയത്. എറണാകുളം ജില്ലയിലെ തന്നെ കുന്നയ്ക്കാൽ, വലമ്പൂർ ഇടവകളിലും തർക്കങ്ങൾ പരിഹരിച്ച് ഭാഗം വെച്ച് പിരിഞ്ഞതും അടുത്ത നാളുകളിലാണ്. കൂടാതെ ചാത്തമറ്റം, പഴന്തോട്ടം, ഓടക്കാലി എന്നിവിടങ്ങളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. തർക്കമുള്ള പള്ളികളിൽ ഭാഗം വെച്ച് പിരിയുന്നതിനോ അല്ലെങ്കിൽ വീതം വെച്ച് പിരിയുന്നതിനോടും യാക്കോബായ സഭാ നേതൃത്വത്തിന് പൊതുവെ അനുകൂല നിലപാടാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഇരു വിഭാഗങ്ങളും മനസ്സുവെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് തീരാവുന്ന വിഷയങ്ങളാണ് ഇതിനകത്തുള്ളൂ. പൂട്ടിക്കിടക്കുന്ന പള്ളികൾ, അത് വളരെ ചുരുക്കം പള്ളികളാണ് അങ്ങനെയുള്ളൂ. ആ പള്ളികൾ ഇരുവിഭാഗത്തിനുമായിട്ട് ആരാധനയ്ക്കായിട്ട് തുറന്ന് സഹകരണത്തോടെ, ഒന്നുകിൽ സമയക്രമീകരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് സഭാ നേതൃത്വം ഇടവകളിൽ ഭാഗം വെച്ച് പിരിയുന്നതിനോട് പൂർണ്ണ മനസ്സില്ല. എങ്കിലും ഇടവകളിലെ സാഹചര്യമനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തുന്നതിനോട് വിയോജിപ്പില്ലാതാനും. കേസുകളും തർക്കങ്ങളും വഴക്കുകളും ഒരിക്കലും ഒരു നല്ല മാതൃകയായി ഒരു ക്രിസ്തീയ സഭയ്ക്കും കണക്കാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ, ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നു. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം കേസിലേക്കും വഴക്കിലേക്കും ഞങ്ങൾ വലിച്ചിഴക്കപ്പെടുകയാണ് ചെയ്തത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങളുടെ നിലപാടും അതുതന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാ ഇടവകളിലും എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ചില സ്ഥലത്ത് അത് ഭംഗിയായിട്ട് നടത്താൻ പറ്റിയ സാഹചര്യം അവിടെ ഉണ്ട്. അതേസമയം മറ്റു ചില സ്ഥലങ്ങളിൽ അത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. 1912 മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതോടുകൂടിയാണ് സഭയിൽ ഭിന്നിപ്പ് ഉടലെടുക്കുന്നത്. കാതോലിക്കേറ്റിൻ്റെ രൂപീകരണത്തെ അനുകൂലിച്ചും എതിർത്തും 2 വിഭാഗങ്ങൾ രംഗത്ത് വരികയായിരുന്നു. 1958 സെപ്റ്റംബർ 12 സുപ്രീം കോടതി വിധിയോടെ കാതോലിക്കേറ്റിനും 1934 സഭാ ഭരണഘടനയ്ക്കും നിയമസാധുത കൈവന്നു. സുപ്രീം കോടതി വിധിയോടെ ഇരു വിഭാഗങ്ങളും ചേർന്ന് ഒന്നായി തീരുകയും 12 വർഷത്തോളം യോജിപ്പ് തുടരുകയും ചെയ്തു. 1970 സഭയിൽ വീണ്ടും ഭിന്നിപ്പ് ഉടലെടുത്തു. ഇതോടെയാണ് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും പള്ളികൾ പിടിച്ചെടുക്കാനും നിലനിർത്താനും ഇരുവിഭാഗങ്ങളും രംഗത്ത് വന്നതോടെ പള്ളികൾ പൂട്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്.
തർക്കങ്ങളുള്ളിടത്ത് തീർച്ചയായിട്ടും അതാത് ഇടവകളെ അവിടെ തന്നെ തർക്കം തീർക്കാനായിട്ട് അനുവദിക്കണം. സഭയുടെ ലീഡർഷിപ്പ് വാസ്തവത്തിൽ അവിടെ ഇൻവോൾവ് ചെയ്യുകയും പ്രശ്നങ്ങൾ ആളിക്കത്തിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. പരസ്പരം ആദരിച്ചുകൊണ്ടുള്ള ഒരു സമാധാനം ഉണ്ടാകണം. അപ്പോൾ ഞങ്ങളുടെ മെസ്സേജ് ഈ തർക്കമുള്ള പള്ളികളിലെല്ലാം ഇങ്ങനെ എപ്പോഴും ചെന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ ആളുകളുടെ മനസ്സിന് മാറ്റം ഉണ്ടായി ഈ സമാധാനത്തിലേക്ക് വരുന്നുണ്ട്. അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. 2008 കോലഞ്ചേരി പള്ളിയുടെ അവകാശം സംബന്ധിച്ച തർക്കമാണ് സഭാ തർക്കത്തെ അടുത്ത നാളുകളിൽ രൂക്ഷമാക്കിയത്. ഇതിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ വിവിധ പള്ളികൾ സർക്കാർ ഏറ്റെടുക്കുകയും പൂട്ടപ്പെടുകയും ചെയ്തു. ഇരു സഭകളിലെയും ഭൂരിപക്ഷ വിശ്വാസികൾക്കും തർക്കങ്ങളോട് യോജിപ്പില്ലെന്നതാണ് പ്രധാന കാര്യം. എന്നാൽ സഭാ നേതൃത്വങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഇടവകാംഗങ്ങളും വഴങ്ങുന്ന സ്ഥിതിയാണുള്ളത്. സഭാ നേതൃത്വങ്ങളുടെ ഇടപെടൽ ഉണ്ടാകാതിരുന്നാൽ ഇടവക തലങ്ങളിൽ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും. ഇതിന് ഊരമന ഗലീലക്കുന്ന് പള്ളി മാതൃകയായി ഇരു സഭകൾക്ക് മുന്നിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. വാർത്തയ്ക്കപ്പുറം ഇവിടെ പൂർണ്ണമാകുകയാണ്. വാർത്തയ്ക്കപ്പുറത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: വാർത്തയ്ക്കപ്പുറം, സൂര്യ TV, ഹെവൻലി പ്ലാസ, വാഴക്കാല, തൃക്കാക്കര PO, കാക്കനാട് 682021. ഫോൺ 0484 44676766. മെയിൽ വാർത്തയ്ക്കപ്പുറം@sunnetwork.in.